ചേച്ചി സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരിടക്കാലത്ത് ചർച്ച ചെയ്തതാണ് മൊണാലിസ. നമുക്കങ്ങനെ പെട്ടെന്ന് മറക്കാനാകില്ല മൊണാലിസ. മൊണാലിസ എന്ന് മുമ്പ് നമ്മൾ മൊണാലിസ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരു മൊണാലിസ ഉണ്ടായിരുന്നുള്ളൂ, ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന ഡാവിഞ്ചിയുടെ മൊണാലിസ. എന്നാൽ കുറച്ച് കുംഭമേളയ്ക്ക് ശേഷം മൊണാലിസ എന്ന് പറയുമ്പോൾ രണ്ട് ഓർമ്മകൾ നമുക്ക് വരും. ആ മൊണാലിസയാണ് കേരളത്തിൽ വന്ന് വിവാഹം കഴിച്ചിരിക്കുന്നു, അതും കേരളത്തിലെ CPM-കാർ മുൻകൈ എടുത്ത് വിവാഹം നടത്തിയിരിക്കുന്നു. ഇപ്പോ മൊണാലിസയുടെ പാരന്റ്സ് കംപ്ലൈന്റുമായി പോയിട്ടുണ്ട്, 18 വയസ്സ് മൊണാലിസയ്ക്ക് ആയിട്ടില്ല എന്ന്. കല്യാണം നടത്തിയവരും 18 വയസ്സായിട്ടില്ല എങ്കിൽ കല്യാണം നടത്തിയവരും കുടുങ്ങും, എല്ലാവരും കുടുങ്ങും. ആ വിവാഹം വൈറലായി, ഇവിടെ വാർത്തകളിൽ നിറഞ്ഞു. ഇവിടുത്തെ CPM നേതാക്കന്മാരെല്ലാം കൂടെ ചെന്ന് നിന്ന് വിവാഹം നടത്തി കൊടുക്കുന്നു. എന്ത് ശുഷ്കാന്തിയാണ് ഇവിടെ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പഴയ ചില കേസുകളാണ്. ഇവിടുത്തെ CPM നേതാക്കന്മാർ ചെന്ന് നിന്ന് വിവാഹം നടത്തി കൊടുക്കുന്നു. എന്താ ഉത്തരവാദിത്വം ഇത്? അപ്പൊ പലരും ചോദിക്കുന്നു, ഇതാണോ കേരള സ്റ്റോറി? അതൊക്കെ മാറ്റി വെക്കാം. പക്ഷെ ആ വാർത്ത വന്നപ്പോ തന്നെ ഇതാണോ കേരള സ്റ്റോറി, അത് മാറ്റി വെക്കാന്ന് പറഞ്ഞില്ലേ? കെവിനും നീനുവും കേരളത്തിലുള്ളവരായിരുന്നു, നമ്മൾ ഓർക്കണം. അല്ല, അത് മാത്രമല്ല, നിരവധി സംഭവങ്ങളുണ്ട് ഈ CPM-കാർ ഒതുക്കി തീർത്ത പല കേസുകൾ. പക്ഷെ ഇവിടെ കാണിച്ച ആ ഒരു വ്യഗ്രത എന്തിൻ്റെതായിരുന്നു എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ അപ്പോഴേക്ക് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ മൊണാലിസയുടെ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രചരണങ്ങൾ നടന്നു. 17 വയസ്സ്, 2009 ജനിച്ചത് എന്ന രീതിയിൽ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച്. അപ്പൊ അതോടെ പെട്ടെന്ന് തന്നെ അടുത്ത സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഡേറ്റ് ഓഫ് ബർത്ത് 2009 അല്ല, 18 വയസ്സ് തികഞ്ഞു എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ. പക്ഷേ ഈ ആരോപണങ്ങൾ വരുമ്പോഴേക്കും CPM ഹെഡുകളിൽ പലരും ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത് അപ്രത്യക്ഷമായിരുന്നു. ഇങ്ങനെ ഒരു ആരോപണം വന്നു, വയസ്സ് തികഞ്ഞിട്ടില്ല എന്നുള്ള. അപ്പൊ വീണ്ടും അവർക്ക് കൺഫ്യൂഷൻ അടിച്ചു, ഇനി തികഞ്ഞില്ല എന്നുള്ളത് ഇവിടെ കേസാവും. ഇപ്പോ ആ മൊണാലിസയുടെ അച്ഛൻ, രക്ഷകർത്താക്കള് കേസിന് പോയിട്ടുണ്ട് എങ്കിൽ 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് വാലിഡ് ആണ് ആ കേസ്, അല്ലേ? അപ്പോ അവർക്ക് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഇവിടെ വന്ന് ഇവിടെ ഉള്ളവർ വിവാഹം ചെയ്യിപ്പിച്ചു എന്നുള്ളത്. അപ്പൊ അതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ ചേച്ചി. വേണമെങ്കിൽ 18 വയസ്സ് തികയാത്ത പെൺകുട്ടിയാണ് എങ്കിൽ കേസ് കൊടുക്കുമ്പോൾ പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നും ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചാണ്. നമുക്കറിയാം, 2 പേര് 18 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 16 വയസ്സുള്ള 2 പേര് പ്രണയിക്കുകയും പിന്നീട് അത് വീട്ടുകാരറിയുമ്പോൾ സാധാരണഗതിയിൽ ആ പയ്യനെ ജയിലിലാക്കുന്ന രീതിയിൽ കേസുമായി മുന്നോട്ട് പോകാറില്ലേ? അതേ കാര്യം ഈ കേസിൽ ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഇനി അവസാനം എന്ത് പറ്റും? ഇവിടെ ഈ കല്യാണം നടത്തിച്ച CPM നേതാക്കളെല്ലാം തടിയൂരി പോവുകയും ചെയ്യും, ആ പയ്യൻ മാത്രം കുടുങ്ങുകയും ചെയ്യും. അതിനൊരു സാധനം മാത്രമേ ഇവിടെ നടക്കാൻ പോകുന്നു. അല്ലാതെ ഇപ്പൊ ഈ വിവാഹം നടത്തിച്ച ഗോവിന്ദൻ, MV ഗോവിന്ദനും, A റഹീമോ, ഈ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോ, V ശിവൻകുട്ടിയോ എങ്ങാനും അവർക്കെങ്കിലും എന്തെങ്കിലും പോറലേൽക്കുവോ? ഇല്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മൊണാലിസയ്ക്ക് CPM മൊണാലിസയുടെ കല്യാണം? അഥവാ 18 വയസ്സായി അവിടെ ഒരു വിവാഹ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഇവർ ആദ്യം അത് പരിഹരിക്കുകയല്ലേ ചെയ്യേണ്ടത്? നീ 18 വയസ്സേ ആയിട്ടുള്ളൂ, കുറച്ച് സമയം കൂടി എടുക്കും. ഇപ്പൊ ഈ 18 വയസ്സ് വിവാഹപ്രായം എന്ന് പറഞ്ഞാലും, ഞാൻ ഈ കഴിഞ്ഞ ദിവസം വേറൊരു പെൺകുട്ടിയുടെ ജീവിത സാഹചര്യം, ഭർത്താവ് മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ, നമ്മുടെ ഒരു സഹപ്രവർത്തക തന്നെയാണ്. അപ്പൊ അവളുടെ ഈ ജീവിതം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, അവളെ 17 വയസ്സിൽ അവളെ കല്യാണം കഴിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളെ എന്തിനാണ് ഇങ്ങനെ ഈ വിവാഹിതരായി പ്രസവം, കുട്ടി, കുറുമാല് കാര്യങ്ങളുമായിട്ട് പോയിട്ട് അവരുടെ കഴിവുകൾ, പല മേഖലയിലും കഴിവ് തെളിയിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള പെൺകുട്ടികളെ ഈ കുടുംബത്തിൽ ഈ ചുറ്റിയിടേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. ഈ പെൺകുട്ടി ഇപ്പൊ അവള് സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറയുന്നു. ആ സിനിമയിൽ അഭിനയിക്കാൻ അവൾക്ക് അവളുടെ കരിയർ വളർത്താനുള്ള ഒരു സമയമാണ് ഒരു വിവാഹത്തിൽ കുരുക്കിയിടുന്നത്. ഞാൻ പറയുന്നതേ, ഈ 18 വയസ്സ് വിവാഹപ്രായം എന്നുള്ളത് മാറ്റണം. ഒരു 25 അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 23 വയസ്സ്, അഭിപ്രായത്തിൽ 40 ആക്കണമെന്നാണ്. അതാക്കും. അല്ല ചേച്ചി, ഞാൻ സീരിയസ്ലി പറഞ്ഞു, 23 വയസ്സെങ്കിലും ആക്കണം കുറഞ്ഞത് സ്ത്രീകൾ, പെൺകുട്ടികളുടെ വിവാഹപ്രായം എന്ന് പറയുന്നത്. 18 ചില പെൺകുട്ടികൾ, ഞാൻ തമാശ പറയല്ല, 18 വയസ്സാവാൻ കാത്തിരിക്കുകയാണ്. എന്താണ്, സ്വയമേ കണ്ടെത്തി വെച്ചിരിക്കുന്ന ഒരു പുരുഷനൊപ്പം അല്ലെങ്കിൽ ഒരു ആൺ സുഹൃത്തിനൊപ്പം പോകാൻ വേണ്ടി. ചേച്ചി ആലോചിക്കും, 18 വയസ്സിൽ പോയി ഇവരുടെ ജീവിതം എവിടെ എത്താൻ പോകുന്നില്ല. അങ്ങനെ സക്സസ് ആയ 18 വയസ്സിൽ ഇറങ്ങിപ്പോയി സക്സസ് ആയത് 100-ൽ 1-2 പേർക്ക് മാത്രമാണ്. അല്ലെ, ചില കുട്ടികളുണ്ടാവും, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും, അവർക്ക് ഇനി പഠിക്കണ്ട, കൂടുതൽ കരിയർ ഒന്നും ഡെവലപ്പ് ചെയ്യണ്ട, എന്തെങ്കിലും ഒരു, അപ്പൊ ആൺകുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ കണ്ടെത്തുക, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള പിള്ളേരുണ്ടാവും. അവരുടെ കാര്യത്തിൽ അത് ഓക്കെയാണ്. പക്ഷെ എന്നാൽ പോലും ഒരു കുടുംബഭാരം, ഒരു 21 വയസ്സാവുന്ന ഒരു യുവാവെന്ന് പറയാറില്ല, കൗമാരക്കാരനെന്നേ അവനെ പറയാൻ പറ്റുള്ളൂ, അവന്റെ തലയിലെടുത്ത് വെച്ചു കൊടുക്കുമ്പോൾ അവൻ എത്ര കാലമാണ് ഈ കുടുംബഭാരം ചുമക്കേണ്ടത്? അതേസമയം അവർക്ക് തന്നെ ജീവിതത്തോടെ മടുപ്പ് തോന്നും. പെൺകുട്ടികളാവട്ടെ, ഈ ചില പെൺകുട്ടികളുണ്ട് പഠിക്കാൻ ഇഷ്ടമല്ല,
ഇപ്പൊ ആണായാലും പെണ്ണായാലും അവർ പഠിക്കാൻ ഇഷ്ടമുള്ളവരുമുണ്ട്, പഠിക്കാൻ ഇഷ്ടമില്ലാത്തവരുമുണ്ട്. ഇപ്പൊ ഒരു പ്രായം വരെ ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കാതെ അവരെ നമ്മൾ നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കണമെന്നുണ്ട്. ആ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക്, അതായത് ആവശ്യമുള്ള ആ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉന്നത പഠനത്തിന് പോയാൽ മതി. ജോലിക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത സ്ത്രീകളുണ്ടാവും, ഇല്ലേ? എല്ലാ സ്ത്രീകൾക്കും ജോലിക്ക് പോകണമെന്ന് നമ്മൾ ഒന്നിനെയും ജനറലൈസ് ചെയ്ത് കാണാൻ പാടില്ല. ജോലിക്ക് പോവണ്ട, വീട്ടിലെ കാര്യം നോക്കിയിരിക്കണമെന്ന് ആഗ്രഹമുള്ള പെൺകുട്ടികളുണ്ട്. കുടുംബം നോക്കുന്നതാണ് അവരുടെ ആ ഒരു ഏറ്റവും വലിയ പാഷനായിട്ട് കാണുന്ന പെൺകുട്ടികൾ. അവർക്ക് കുഴപ്പം. അപ്പൊ 18 വയസ്സെന്ന് പറയുന്നത് മാറ്റേണ്ട ആവശ്യമില്ല. കുട്ടികളുടെ ആവശ്യം എന്താണ്, അവർക്ക് എന്തിലാണ് താല്പര്യം, അതനുസരിച്ച് അതിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടും. ചില പെൺകുട്ടികൾ 18 വയസ്സിൽ തന്നെ നല്ല നമ്പർ 1 കുടുംബിനികളായി ജീവിക്കുന്ന ആ ഒരു ഇതുള്ള കുട്ടികളുണ്ടാവും. അവർക്കിപ്പോ അതൊരു ബുദ്ധിമുട്ടാവില്ല. പക്ഷെ അതേസമയം കരിയർ വൈസ് ഉയരാൻ കഴിവുള്ള കുട്ടികളെ അങ്ങനെ തളച്ചിടേണ്ട. 18 വയസ്സിൽ ഈ ഇറങ്ങിപ്പോകുന്ന വീട്ടുകാർ കല്യാണം നടത്തുന്ന പോട്ടെ, ഇറങ്ങി പോകുന്നവരൊക്കെ ആ സമയത്തെ ഒരു വാശിയുടെ പുറത്ത്, അല്ലെങ്കിൽ ആ സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനോട് തോന്നുന്ന സ്നേഹം, ആ സ്നേഹം എന്ന് പോലും പറയാൻ പറ്റില്ല, ആ ഒരു അട്രാക്ഷന്റെ പുറത്ത് ഇറങ്ങി പോവുകയാണ്. ഒരു കുട്ടിയായി ഒരു 23 അല്ലെങ്കിൽ 22 വയസ്സൊക്കെ ആകുമ്പോൾ ചേച്ചി അവരുടെ ജീവിതം തീർന്നു. പിന്നെ അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് പോകും. ഇപ്പൊ എന്റെ കൂടെ പഠിച്ച തന്നെ, ഞങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിച്ചതിൽ ഇനി കല്യാണം കഴിയാത്ത ഒരു 4-5 പേരേ ഉള്ളൂ. ബാക്കി എല്ലാ പെൺകുട്ടികളും കല്യാണവും കഴിഞ്ഞ് അവർക്ക് കുട്ടികളുമായി. പക്ഷെ അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. പലരും 18 വയസ്സിൽ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരാൻ കഴിയാതെ കുട്ടിയുമായി സ്റ്റക്കായി നിൽക്കുന്നു. എനിക്ക് വേണ്ട, തിരിച്ചു വരണമെന്നുണ്ട്, ഞാൻ പഠിച്ചില്ല. പിന്നെ അത് ഓർത്ത് എത്ര ദുഃഖിച്ചിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വിവാഹപ്രായം മാറ്റണം. കഴിഞ്ഞ ഒരു ആതിരപ്പള്ളിയിൽ പോയപ്പോ അവിടെ ഒരു ട്രൈബൽ ഒരു പെൺകുട്ടി PhD ഒക്കെ എടുത്ത ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ആ പെൺകുട്ടിയോട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ ആ വിഭാഗത്തിൽ, വിദ്യാഭ്യാസമാണല്ലോ ഒരു സമൂഹത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പൊ ആ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ലഭിച്ചു. ആ പെൺകുട്ടിയുടെ അനിയത്തിമാർ പോലും, സഹോദരിമാർ പോലും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തില്ല. അവർക്കെല്ലാം കല്യാണം കഴിച്ചാൽ മതിയെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പെൺകുട്ടി വിദ്യാഭ്യാസമൊക്കെ നേടി ആ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നത് കാണുമ്പോൾ മറ്റേ അനിയത്തിമാര് പ്രസവമൊക്കെ കഴിഞ്ഞ് പിള്ളേരെയും ഒക്കത്ത് വെച്ച് നടക്കുന്നു. അപ്പൊ ഇപ്പൊ ആ പെൺകുട്ടികൾക്ക് തോന്നുന്നുണ്ട്, പഠിച്ചാൽ മതിയായിരുന്നു, ഈ കല്യാണം കഴിക്കണമെന്ന് അന്ന് തീരുമാനിച്ചത് തെറ്റായ തീരുമാനമായിരുന്നു എന്ന് അവർക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. പക്ഷേ ആ പ്രായത്തില് അവരെ തിരുത്താനും പറ്റില്ല. ഇപ്പൊ ഈ മൊണാലിസയുടെ കാര്യം ആരും ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ കൊണ്ടുപോയതല്ല, അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ലേ. മറിച്ച് ഇനി ഒരു കേസ് വരുമ്പോൾ അങ്ങനെ ആയിരിക്കും വരുന്നത്. 18 വയസ്സാകാത്ത പെൺകുട്ടിയാണ് എങ്കിൽ എന്താണ് ആ പറയുന്ന പോലെ പെൺകുട്ടി മൈനറും പുരുഷൻ ആൺ സുഹൃത്ത് മേജറും ആണ് എങ്കിൽ കേസ് ആൺ സുഹൃത്തിനല്ലേ വരുന്നത്. അത് ഈ പറയുന്ന CPM കല്യാണം നടത്തുമ്പോ അതൊന്ന് പരിശോധിക്കെങ്കിലും വേണ്ടേ? അത് ആ പെൺകുട്ടി തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ആൺകുട്ടി ചിന്തിക്കണമായിരുന്നു. ഏതെങ്കിലും ചേച്ചി പോട്ടെ, ശരി, അവർക്ക് രണ്ടുപേർക്കും ബോധമില്ല. എന്നാൽ ഈ വിവാഹം നടത്തി കൊടുക്കാൻ പോയവർ ഈ നിയമങ്ങളെ കുറിച്ചൊന്നും ധാരണയില്ലാത്ത ആൾക്കാരല്ലല്ലോ. അല്ലേ തന്നെ അവരെ പറഞ്ഞ് തിരിച്ച് ബോധവൽക്കരണം ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ചെറിയ പ്രായമാണ്, നിങ്ങൾ ഇപ്പൊ വിവാഹത്തെ കുറിച്ച് ആലോചിക്കല്ലേ, വീട്ടുകാരുമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർക്ക് അങ്ങനെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നതിന് പകരം വരുന്ന തെരഞ്ഞെടുപ്പിൽ അടുത്ത് ഇനി എന്ത് പറയട്ടെ, ഈ വടക്കേ ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാം കല്യാണം കഴിക്കാൻ വേണ്ടി ഇവിടെ കേരളത്തിൽ വന്ന് LDF സർക്കാർ ഭരിക്കുന്ന കേരളത്തിലേക്ക് വന്ന് സുരക്ഷിതമായി കല്യാണം കഴിച്ച് ജീവിക്കുന്നു എന്ന് പോസ്റ്റർ അടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ഒരു നാടകമാണ് ഇതെന്നേ പറയാനുള്ളൂ. ഇനിയിപ്പോ കേസുമായി അവർ മുന്നോട്ട് പോകണം. പെൺകുട്ടിക്ക് 18 വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും CPM ഉത്തരം പറയേണ്ടി വരും. അല്ല, ആ പയ്യനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് പകരം കല്യാണം നടത്തി കൊടുത്ത ഇവിടത്തെ CPM നേതാക്കന്മാർക്കെതിരെ വേണം നിയമപരമായ നടപടിയെടുക്കേണ്ടത്.